ലോകത്തെ നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാൻ എന്ന രാജ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. തനിക്ക് സ്വീകാര്യമാകുന്ന ഒരു ഡീലിൽ ഇറാൻ ഒപ്പുവെക്കണം, ഹോർമുസ് കടലിടുക്ക് തുറക്കണം. ഇതാണ് ട്രംപിന്റെ ആവശ്യം. അതല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ സമ്പൂർണമായി തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. 4 മണിക്കൂർ കൊണ്ട് ഇറാനിലെ മുഴുവൻ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അപ്പോഴും ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണ് എന്നും അമേരിക്കയ്ക്ക് സർപ്രൈസ് നൽകുമെന്നുമുള്ള വാദങ്ങളാണ് ഇറാൻ മറുപടിയായി ഉന്നയിക്കുന്നത്. 3 ആഴ്ചക്കിടെ 4 തവണ അന്ത്യശാസനം നൽകിയ ട്രംപ് ഇനി എന്താകും ചെയ്യുക എന്നറിയാനാണ് അന്താരാഷ്ട്ര ലോകം കാത്തിരിക്കുന്നത്. US സമയം ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് അന്ത്യശാസനം. അതിനകം കരാറിലെത്തുകയോ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ ഇറാനിൽ നരകം പെയ്യുമെന്നാണ് ട്രംപ് നേരത്തെ മുതൽ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 45 ദിവസത്തെ വെടിനിർത്തലിനായി പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖ കൈപ്പറ്റിയതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 45 ദിവസത്തേക്ക് വെടിനിർത്തുകയും 3 ആഴ്ചയ്ക്കുള്ളിൽ സമഗ്രമായ സമാധാന കരാറിന് രൂപം നൽകുകയുമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ധാരണ. എന്നാൽ US-ന്റെ മാത്രം താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള കരാറിന് വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് കടുപ്പിക്കുകയാണ് ഇറാൻ. ഹോർമുസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് വെടിനിർത്തലിന് ഇല്ല എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തകളോട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. മുൻകാലങ്ങളിലെ സമാധാന കരാറുകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കേവലം താൽക്കാലിക വെടിനിർത്തൽ എന്ന പരിഹാരം മതിയാകില്ല എന്നാണ് ഇറാന്റെ നിലപാട്. യുദ്ധം, വെടിനിർത്തൽ, ചർച്ചകൾ, വീണ്ടും സംഘർഷം എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്ന മോശമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നും മന്ത്രാലയം പറയുന്നു. തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായതിനാലാണ് നേരത്തെ ട്രംപ് സമർപ്പിച്ച 15 നിർദ്ദേശങ്ങൾ തള്ളിയത് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അബോധാവസ്ഥയിൽ ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ ഖോമിൽ ചികിത്സയിലുള്ള മുജ്തബയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് US ഇസ്രായേൽ ഇന്റലിജൻസ് വിവരങ്ങളെ ഉദ്ധരിച്ച് ദ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായതിനാൽ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിട്ടും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് മുജ്തബ റഷ്യയിൽ ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മുജ്തബ ഇറാനിൽ തന്നെയുണ്ട് എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ക്ഷീണമാണ്. പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും മുജ്തബ ഖമനേയി പൊതുവേദികളിലോ പൊതു ഇടങ്ങളിലോ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ മുജ്തബ ഖമനേയിയുടെ ആരോഗ്യനിലയെക്കുറിച്ചും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിനിടെ അലി ഖമനേയി ഉൾപ്പെടെ കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിൽ മുജ്തബ ഖമനേയിക്കും പരിക്കേറ്റതായി പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇനി ഇറാൻ യുദ്ധത്തിലേക്ക് തിരികെ വന്നാൽ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനിൽ നരകം തീർക്കുമെന്ന് അസഭ്യവർഷങ്ങളോടെ ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ പേടിക്കുന്നില്ല എന്ന് കണ്ടതോടെ സമയം കുറച്ചുകൂടി നീട്ടി നൽകുകയായിരുന്നു. ഈ സമയവും അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ട്രംപിന്റെ തന്നെ താൽപര്യത്തിലാണ് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച സജീവമാക്കിയിരിക്കുന്നത്. ഇറാന് ട്രംപ് നൽകിയ രാത്രി 8 മണി വരെ എന്ന സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ഇറാനിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലുമാണ് വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അതിനിടെ ഇറാനിൽ നിന്നും വന്ന മിസൈലുകളെ ഫലപ്രദമായി തടഞ്ഞതായി സിറിയൻ സ്റ്റേറ്റ് TV അറിയിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നും വന്ന 7 ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി. മേഖലയിൽ ഇപ്പോഴും കടുത്ത ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലെയും ഇറാനിൽ വൻതോതിൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ IRGC ഇന്റലിജൻസ് മേധാവി മജീദ് ഖാദമി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് മേധാവിയുടെ വധത്തിന് പകരം വീട്ടുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇറാനിലെ വിവിധ സർവകലാശാലകൾക്ക് നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണം നടന്നിരുന്നു. ഇറാനിലെ 3 പ്രധാന വിമാനത്താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങളിലും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. സൗത്ത് പാർസിലെ ഗ്യാസ് ഫീൽഡിലും US ഇസ്രായേൽ സംയുക്ത സേന ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസവും സൗത്ത് പാർസിലെ ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ കേന്ദ്രത്തിന്റെ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തകരാറുണ്ടായിരുന്നു. ഗൾഫ് മേഖലയിൽ അബുദാബിക്ക് നേരെ ഇന്നലെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു.
ഇന്നലെയാണ് ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കകം കരാറിലെത്തണം, ഹോർമുസ് തുറക്കണം, അല്ലെങ്കിൽ ആക്രമണം ആരംഭിക്കും. ആക്രമണം ആരംഭിച്ചാൽ കേവലം 4 മണിക്കൂർ മതി. ഇറാന്റെ ഓരോ പാലങ്ങളും ഊർജ്ജ വൈദ്യുത നിലയങ്ങളും നശിപ്പിക്കപ്പെടും. പിന്നെ ഒറ്റ രാത്രി മതി ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായും ഇല്ലാതാകാൻ. അങ്ങനെ ഒരു വിധി ഇല്ലാതിരിക്കണമെങ്കിൽ ഇറാൻ തനിക്ക് സ്വീകാര്യമാകുന്ന ഒരു കരാറിലെത്തണം. അതിൽ തീർച്ചയായും ഹോർമുസ് വഴി സ്വതന്ത്ര എണ്ണക്കടത്ത് ഒരു വ്യവസ്ഥയാക്കണം. ഇതാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും മുന്നറിയിപ്പും. ഈ ഘട്ടത്തിൽ ഇറാൻ ഇനി എന്ത് നിലപാടെടുക്കുമെന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് താൽക്കാലിക വെടിനിർത്തൽ എന്ന നിർദ്ദേശം ഇറാൻ തന്നെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഒന്നുകിൽ ഇറാൻ അമേരിക്കയുമായി കരാറിലെത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അമേരിക്ക പറയുന്നത് പോലൊരു കരാറിൽ എത്തുമോ ഇറാൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം താൽക്കാലിക വെടിനിർത്തലിനുള്ള അമേരിക്കൻ ആഹ്വാനവും നിർദ്ദേശവും ഇറാൻ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിയതാണ്. താൽക്കാലിക വെടിനിർത്തൽ അല്ല വേണ്ടതെന്നും സ്ഥിരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. ഇനി ഒരിക്കലും ഭാവിയിൽ ഇറാന് നേർക്ക് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് വേണ്ടതെന്നാണ് ഇറാൻ നിലപാട്. അതല്ലാതെയുള്ള ഒരു വെടിനിർത്തലിനും തയ്യാറല്ല എന്നുകൂടി ഇറാൻ നിലപാട് അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്ന നിലപാട് ഇറാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. യുദ്ധത്തിൽ തകർന്നവ പുനർനിർമ്മിക്കണം, മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണം, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്രയ്ക്കായി ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരം അടിയറവ് വെച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകില്ല എന്ന് നേരത്തെ മുതൽ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്. ഇറാൻ ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നാൽ അമേരിക്ക എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. കരാറിൽ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ട്രംപ് വീണ്ടും അന്ത്യശാസനം നീട്ടാനും സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 4 തവണയാണ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയത്. ആദ്യം ഹോർമുസ് തുറക്കണമെന്നാവശ്യപ്പെട്ട് 48 മണിക്കൂറായിരുന്നു ട്രംപ് നൽകിയ അന്ത്യശാസനം. അന്നും പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതങ്ങളെന്ന്. 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ അന്ത്യശാസനത്തിന്റെ സമയപരിധി 5 ദിവസമാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സമയപരിധി വീണ്ടും ദീർഘിപ്പിച്ച് 10 ദിവസമാക്കി. ഈ 10 ദിവസവും തീരാനിരിക്കെയാണ് വീണ്ടും 48 മണിക്കൂറാക്കിയതും അത് പാലിച്ചില്ല എങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന പുതിയ ഭീഷണി മുഴക്കിയതും, അതും പ്രകോപനപരമായ ഭാഷയിൽ. ഇതും അവസാനിക്കാനിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കകം കരാറിലെത്തിയില്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കും എന്നൊക്കെയാണ് ട്രംപിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. 6 ആഴ്ചയിലേക്ക് കടന്ന യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാനെ സൈനികമായി പൂർണ്ണമായും തകർത്തു എന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇറാൻ പേടിക്കാത്ത പക്ഷം സമാധാന ചർച്ചകൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ സമയം നേടാം. ഒടുവിൽ ഇറാന്റെ പിടിവാശികൾക്ക് വഴങ്ങിയാലും അത് ലോക സമാധാനത്തിന് എന്ന് പറയാം എന്ന സൗകര്യവും അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. എന്നാൽ ഇറാൻ ഇപ്പോഴും കടലിൽ മൈനുകൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുന്ന പ്രത്യേകതരം സൈക്കോളജിയാണ് പ്രാവർത്തികമാക്കുന്നത്. അത് ഹോർമുസിൽ കപ്പലുകൾ കടക്കാതിരിക്കാൻ മൈനുകൾ സ്ഥാപിക്കുന്നതാണ് എന്നും ട്രംപ് പറയുന്നു. പക്ഷേ ഇറാൻ സൈനികമായി നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇറാനിൽ നിന്ന് വ്യാപകമായി മിസൈലുകൾ വരുന്നുണ്ട്. ഇന്നലെ ഇസ്രയേലിന്റെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 2 F-15E യുദ്ധവിമാനങ്ങളും ഒരു F-35 യുദ്ധവിമാനവും ഇറാൻ വെടിവെച്ചിട്ടു. യുദ്ധത്തിൽ ഇതുവരെ 4ഓളം F-15 യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് വെച്ച് കണക്കുകൂട്ടുമ്പോൾ ഇറാനിൽ ഇനിയും ആയുധങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം.